നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചുടുകട്ടയിൽ പണിത് അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ചുടുകട്ടയിൽ കംപ്ലീറ്റ് നമുക്ക് ചുടുകട്ടയിൽ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഈ സിറ്റി ലിമിറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ വന്നിരിക്കുന്നത്. മെയിൻ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറിയിട്ട് സെൻട്രൽ സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ പറയുമ്പോൾ നമുക്ക് മണക്കാട് കമലേശ്വരത്തിൻ്റെ അടുത്താണ്. ബൈപ്പാസിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രം അകത്തോട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് പണിയൊക്കെ തീർന്ന് റെഡി ടു മൂവ് ആയിട്ട് വരുന്ന ഒരു വില്ല പ്രോജക്റ്റ് വരുന്ന ഒരു വീടാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് വേറെ വീടുകളൊക്കെ നമുക്ക് ഇതുപോലെ പണി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ എല്ലാം അടിപൊളിയായിട്ട് നല്ല ഗ്യാരണ്ടീഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് നമുക്ക് 4 ബെഡ്റൂം വരെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ വന്നിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭവനം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അപ്പോൾ ഈ വീട് നമുക്ക് 4.25 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുടുകട്ടയിൽ വരുന്ന നല്ല മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിറ്റി ലിമിറ്റിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറി, ബൈപ്പാസിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കമലേശ്വരത്ത് നമുക്ക് ഇപ്പോൾ പണി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് എലിവേഷനും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല ഫ്ലാറ്റ് റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു എലിവേഷനും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 2 സൈഡിൽ നല്ല ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല മനോഹരമായി ഈ ഒരു ഭാഗത്താണ് ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിടിലം വീട്. അപ്പം ഇത് നമുക്ക് എലിവേഷൻ ലുക്ക് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ കുറച്ചുകൂടെ മനോഹരമാക്കുവാനും സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് അതുപോലെ നോക്കുമ്പോൾ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നടുക്ക് വരുന്ന ഭാഗത്ത് ചെറിയൊരു സിംഗിൾ ഡോർ വരുന്നുണ്ട്. ബാക്കി 2 ഭാഗത്തും ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. അപ്പം എത്ര വലിയ വണ്ടിയായാലും നമുക്ക് SUV മോഡൽ കോമ്പാക്റ്റ് വരുന്ന വണ്ടികളായാലും 2 വശത്തൂടെ നമുക്ക് അകത്തോട്ട് കയറാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രൻസിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വീടിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പം ഇത് നമുക്ക് ഫുള്ളി സിറ്റി ലിമിറ്റിൽ ഒരു 3 കിലോമീറ്ററിനകത്ത് വരുന്ന വീടാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമാണ് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. മെയിൻലി എടുത്ത് പറയുന്നത് നമുക്ക് സിറ്റി ലിമിറ്റിൽ ഇത്രയും ഡിസ്റ്റൻസ് അടുത്തായിട്ട് വരുന്ന ഒരു വീട്, നമുക്ക് റേറ്റ് കുറച്ചിട്ട് വരുന്ന ഒരു വീട് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് വരുന്നുണ്ട്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഈ ഒരു ഏരിയയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് 2 പില്ലറിലായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ട് നമുക്ക് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വേറൊരു കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഉണ്ട്. അപ്പം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 കാർ സ്പേസ് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റ് ഔട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 9x5 നമുക്ക് ഡയമെൻഷനാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് അതിൻ്റെ ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് നമുക്ക് 2 സൈഡും നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ. മെയിൻ ഡോർ നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഡിസൈനും അതുപോലെ എലഗൻറ്റ് രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഡോറിൽ തന്നെ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ പ്ലസ് TV യൂണിറ്റും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഡൈനിങ് ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 12x10 നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. നല്ല കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പ്രീമിയം രീതിയിലുള്ള ടൈൽസും തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
അടിപൊളിയായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ ടി വി ആയാലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വന്നേക്കുന്നത്. ഫ്ലോറിങ്ങിൽ നമുക്ക് നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പുള്ളി നമുക്ക് ഈ ഭാഗം മുഴുവൻ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ലിവിങ് ഏരിയയുടെ. ഇത്രയും വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു റൂമിൽ വന്നിട്ടുള്ളത്. ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും 15x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ടി വി യൂണിറ്റ് ഏരിയ. ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് വലിയൊരു അടിപൊളിയായിട്ടുള്ള ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. എത്ര വലിയ ടി വി ആയാലും ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ടി വി യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ മോഡലാണ് നമുക്ക് ടി വി യൂണിറ്റ് ഏരിയയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് ഇൻഡോറിലെ ഒരു കുറച്ച് പ്ലാസ്റ്റിക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേഷനായിട്ട് നൽകിക്കൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ ഒരു ഹാങ്ങിങ് ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ടി വി യൂണിറ്റ് ഏരിയയുടെ തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ വീടിന് നമുക്ക് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, നമുക്ക് ഈ ഒരു വീടിന് മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ ഈ ഒരു സ്പേസ് നമുക്കൊരു ഓഫീസ് സ്പേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്കിവിടെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് മോഡലിലാണ് നമുക്ക് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫർഗോള മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പകൽ സമയത്ത് വീട്ടിനകത്ത് വെട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം നമുക്ക് 6-8 ചെയർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ടേബിളും ചെയറും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മനോഹരമായ ക്യൂട്ടായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 12x10 നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാഷ് കൗണ്ടർ ഏരിയയും നല്ല രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയും ഈ ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു സ്മാർട്ട് മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉള്ള വാഷ് ഫിറ്റിങ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ സ്റ്റോറേജ് സ്പേസിൽ നൽകിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും പാനൽ വർക്ക് വരുന്ന ബോർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ, ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയയാണ് വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു നല്ല മനോഹരമായ ഫോൾ സീലിംഗ് തന്നെയാണ്. വുഡൻ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ഒരു വർക്ക്. തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്നതിനാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ഈ ഒരു എൻട്രൻസ് മോഡലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചണിന് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു വിശാലമേറിയ കിച്ചൺ വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് കബോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കളർ തീം പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കബോർഡ്സിൻ്റെ മോഡലും അതുപോലെ കബോർഡ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളത്. മോഡുള്ള രീതിയിലുള്ള കിച്ചണും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഹോബും അതുപോലെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് നമുക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ വരുന്ന ഗ്ലോസി മോഡൽ വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാറ്റി വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള വർക്കെല്ലാം നമ്മൾ ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്കൊരു 10x12 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ക്ലോസ്ഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയെല്ലാം നമുക്ക് ഗ്രില്ലും അതുപോലെ തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഡോറൊക്കെ ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുത്തിട്ടുള്ള ഇത്രയും വൈഡായിട്ട് വരുന്ന നമുക്കൊരു വർക്ക് ഏരിയയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. പൈപ്പും സിങ്കും നമുക്കിവിടെ ഓൾറെഡി കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം.
12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈൻ വരുന്ന ഒരു വാൾ കളറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പ്രീമിയം ചെയ്തുള്ള പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് നമുക്ക് വരുമ്പോഴത്തേക്കും ക്വാളിറ്റി ടൈൽസും കാര്യം തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്കൊരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള വിശാലമേറിയ ഒരു ബാത്റൂം തന്നെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ടുള്ള ടാങ്കും കാര്യങ്ങളാണ് നമുക്കിവിടെ ബാത്റൂമിൽ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ തന്നെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അത് കുറച്ചുകൂടെ വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള റൂം സൈസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്രീമിയം പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ചുമര് ഇവിടെ വന്നിട്ടുള്ളത്. ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാൾ റൂംസ് നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഈ വീടിന് ഈ ഒരു റൂമിൻ്റെ നമുക്ക് ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇത് നമുക്ക് കൺസീൽഡ് ആയിട്ട് വരുന്ന ടാങ്കും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് ജാഗോറിൻ്റെയാണ് നമുക്ക് ഷവറിൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളി നമുക്ക് ടൈല് വെച്ച് സീൽ ചെയ്തിരിക്കുന്ന വോളും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർന്നിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഈ റൂമിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഇതെല്ലാം തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വർക്ക് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു മനോഹരമായ ഒരു സ്റ്റെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ടൈലും പ്ലസ് മാർബിൾ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെയറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ലോങ് ഫീറ്റിൽ വരുന്ന ഒരു ഓപ്പൺ ജനൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ ഇതാണ് നമുക്ക് ഈ ഒരു വിൻഡോ ആയിട്ട് യൂസബിൾ ആവുന്നത്. തൊട്ട് മുകളിൽ വരെ നമുക്ക് പ്രീമിയം രീതിയിൽ വരുന്ന പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇത് ഫുള്ള് നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ചെറിയ പൂജാമുറിയോ അല്ലെങ്കിൽ പ്രെയർ റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമും ഒരു ബാൽക്കണിയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 14x16 നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റ് താഴെ നോക്കുമ്പോൾ ഡബിൾ ഹൈറ്റ് വരുന്ന ഈ ഒരു രീതിയിലുള്ള ഒരു ഏരിയയിൽ നമുക്കൊരു ചെറിയ ഹാങ്ങിങ് ലൈറ്റും നല്ല മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. ടോപ്പിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഒരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചുമരിനോട് ചേർന്ന് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾ റൂംസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷവർ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഷവറിൻ്റെ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്, ജാഗോറിൻ്റെ പ്രോഡക്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ട് വരുന്ന ടാങ്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതെന്ന് വെച്ചാൽ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം
അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. 16x14 നമുക്ക് റൂമിൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല കജീറായിട്ട് നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ആക്കി നല്ല കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഈ കാണുന്നത് നമുക്ക് ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ബെഡ് സ്പേസ് വരുന്ന ആ ഒരു സൈഡിലുള്ള ഒരു ചുമര് മുഴുവനും നമുക്ക് വേറെ കളറും കാര്യങ്ങളും കൊടുത്ത് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വോളാണ് അത് കാണുന്നത്. AC പോയിന്റും കാര്യങ്ങളൊക്കെ എല്ലാ റൂംസിലും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിലും വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ പ്രോഡക്ട്സിനാണ് നമുക്ക് ഷവറിൻ്റെ പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. കൺസീൽഡ് ആയിട്ട് വരുന്ന ടാങ്കും കാര്യങ്ങളും ഞാൻ കൂടെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ എടുത്തു പറയേണ്ട ഒരു റൂം തന്നെയാണ് ഈ കാണുന്ന ഒരു റൂം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെയർ കയറി തൊട്ട് സൈഡിലായിട്ട് വരുന്ന റൂം. നമുക്കിത് പ്രെയർ റൂമായിട്ടോ അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള റൂമായിട്ടോ പൂജാ റൂമായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 9x4 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണർ നോക്കുമ്പോഴത്തേക്ക് വരുന്ന കിട്ടുന്ന വ്യൂ. ഇനി നമുക്ക് വീട്ടിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഓപ്പൺ സ്പേസിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ്. അവിടെ നമുക്ക് മുകളിലായിട്ട് സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മെയിൻ വിശാലമേറിയ ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 12x6 നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. നല്ല സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് നമുക്ക് യൂസ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ജനലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഹാൻഡിൽസ് മുഴുവനും നമുക്ക് സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള 4.25 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ചുടുകട്ട വീട്. നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ് ചുടുകട്ട വീട്. നമുക്ക് സിറ്റി ലിമിറ്റിൻ്റെ അടുത്ത് നിന്ന് സിറ്റിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറി നമുക്ക് വന്നിട്ടുള്ള അടിപൊളി പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും വിശാലമേറിയ ഇത്രയും മനോഹരമേറിയ നല്ല മനോഹരമായ അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറി എയർപോർട്ടിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഈ ചുടുകട്ട വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,30,00,000 1 crore 30 lakhs ആണ്. അത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നമുക്ക് വരുന്നത്. ലോറി സൈറ്റ് ആണ്. നമുക്ക് നിരന്ന ഭൂമിയിൽ തന്നെയാണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളി അത്രയും നല്ല സ്പെസിഫിക് ആയിട്ടുള്ള നല്ല മനോഹരമായൊരു വീട് നമുക്ക് 1,30,00,000 ചോദ്യം വരുന്നത്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. ഫുള്ളി നമുക്ക് ലോണും കാര്യങ്ങളും ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മനോഹരമായൊരു വീട് തന്നെയാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹോം ലോണും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.